ഗൈസ്, ഞാൻ ഇതിനു മുമ്പേ നിങ്ങളെ ഇത് കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലേ? അമ്മ പൊങ്കാലൊക്കെ ഇടുന്നത്. അപ്പം ഇന്നും ഞായറാഴ്ചകളിൽ അമ്മ പൊങ്കാല ഇടും. പൊങ്കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവന് നമ്മൾ അർപ്പിക്കുന്നതാണ് ഞായറാഴ്ചത്തെ പൊങ്കാല. അപ്പം അമ്മ രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് വിളക്കൊക്കെ കഴുകി കംപ്ലീറ്റ് കുടിച്ച് ഒരുങ്ങി ഇങ്ങനെ പൊങ്കാല ഇടും. പൊങ്കാല ഇടുമ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു കലത്തിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ പൊങ്കാല അരി എന്ന് പറഞ്ഞ് കഴുകിയിട്ട് 3 പ്രാവശ്യം ഉള്ളിങ്ങനെ ഇടും. അത് കഴിഞ്ഞിട്ട് തിളച്ച് ഇങ്ങനെ തൂവണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് തൂവിയാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളി എൻ്റെ അമ്മ പൊങ്കാല കംപ്ലീറ്റ് ചെയ്തു. കാരണം ഇതാണ് മെയിൻ പ്രോസസ്സ്. ഇതിനാണ് എല്ലാവരും തൊഴുതിരിക്കുന്നത്. ദൈവമേ, ഇത് നന്നായിട്ട് തിളച്ച് തൂവണേ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ തിളച്ച് തൂവിയതിൻ്റെ അർത്ഥം നല്ലൊരു സൈനാണെന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ നാളികേരം ഇടും. അതിനുശേഷം നമ്മൾ ശർക്കര ഇടും. ഈ ശർക്കരയിൽ ഏലക്കയും ഉണക്കമുന്തിരിയും ഇട്ടിട്ടുണ്ട്. ചിലർ പഞ്ചരസം അത് കിട്ടും. ആ പഞ്ചരസം ഇടും. പിന്നെ അതിന് ശേഷം നമ്മൾ പഴം ഇട്ടതിന് ശേഷം ലാസ്റ്റായിട്ട് ഈ നെയ്യൊന്ന് ഇട്ട് നമ്മളതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊങ്കാല നമ്മുടെ കഴിഞ്ഞു. ഇതാണ് നമ്മൾ പൊങ്കാല ഇട്ടത്. ഇനി നമ്മളൊരു ഇലയിലിട്ടിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണത് നൈവേദ്യം പോലെ. ഈ ഒരു ചെറിയ ഇലയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് കാക്കകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പേ നമ്മൾ ഇങ്ങനെ ഒന്ന് കർപ്പൂരത്തിലൊഴിഞ്ഞ് കിണ്ടിയിലുള്ള വെള്ളം ഒന്ന് തളിച്ചിട്ട് ആ ഇല നമ്മൾ എടുക്കും. ഇവിടെയാണ് എൻ്റെ റോള് വരുന്നത്. ആ ഇലയിലുള്ള പായസം എനിക്കുള്ളതാണ്. അപ്പം ഞാൻ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, പല്ലും തേക്കത്തില്ല. ഇത് ഇങ്ങനെ നോക്കി വായി നോക്കിയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഹാപ്പി സൺഡേ. ബൈ. സുപ്രഭാതം.